കണ്ടല്ലോ മുത്തശ്ശി, അവളും അവളുടെ മുത്തശ്ശിയും കൂടെ ആഘോഷിക്കാൻ വന്നതിന്റെ ബാക്കിയാ അച്ഛന്റെ ഈ വീഴ്ച. ഇനിയിപ്പോ എന്തിനാ മടിക്കുന്നേ? രണ്ടെണ്ണത്തിനെ ഇല്ലാതാക്കിയാ ഒരാളല്ലേ അകത്ത് പോവും. ബാക്കിയുള്ളവർക്ക് കുറച്ചൊക്കെ സമാധാനം കിട്ടുമല്ലോ. എന്തൊക്കെയാടാ നീ പറയുന്നേ? കൊന്നു തീർക്കാനല്ല, അല്ലാതെ അവര് ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. മുത്തശ്ശി എന്ത് മാർഗമാണെങ്കിലും പറഞ്ഞോളൂ മുത്തശ്ശി. ഇവന്റെ മനസ്സ് കരയെന്ന് എനിക്കറിയാം. ഏട്ടാ, ഇത്രയും കാലം ഞാൻ എല്ലാം അർപ്പിച്ചത് ഭഗവാനില്ല. ആ ഭഗവാനെ ചൊല്ലി ഞാൻ ആണിടുക. ഒരാഴ്ചക്കുള്ളിൽ അവരെ ഇവിടുന്ന് പടിയിറക്കാനുള്ള മാർഗം ഭഗവാൻ എനിക്ക് കാണിച്ചു തരും. വാങ്ങിക്കാവുന്ന ഓർഡറുകൾ മുഴുവൻ അവർ വാങ്ങിക്കട്ടെ. ഭഗവാന്റെ തീരുമാനത്തോളം വരില്ലല്ലോ അതൊന്നും. ഹലോ, ശരി, ഞാൻ നോക്കിക്കോളാം. ഹലോ, ആ ബെഞ്ചമിൻ. ആ സർ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണമായിരുന്നു സർ. എങ്ങോട്ട്? ഞാൻ സഹായങ്ങൾ ചെയ്യാറുള്ളൊരു ആളുണ്ട്. അയാൾക്ക് പെട്ടെന്ന് സ്ട്രോക്ക് ഒന്നെന്ന് പറഞ്ഞ് വിളിച്ചു. ആ, ഇപ്പോൾ അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളിക്ക് വേറെ ആരുമില്ല സർ. എനിക്കൊന്ന് പോയേ പറ്റൂ. ശരി, ഒരു നല്ല കാര്യത്തിനല്ലേ. അതിന് താൻ ലീവ് ഒന്നും എടുക്കണ്ട, പോയിട്ട് തിരിച്ചു. താങ്ക് യു സർ. നമ്മുടെ മാനേജർ ബെഞ്ചമിനില്ലേ, ജോലിയിൽ കയറിയെങ്കിലും അയാൾക്ക് അയാളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ഒരാൾക്ക് സുഖമില്ലാതായിട്ട് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞതാ. അയാളൊരു വല്ലാത്ത മനുഷ്യനല്ലേ. അധികം ആരെക്കൊണ്ടും അയാളെ പോലെ ആവാൻ പറ്റില്ല. ശരിയാണ്, എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേകതയുണ്ട്. അയാളുടെ സൗഹൃദം നമ്മുടെ ഭാഗ്യമാണ്. മുത്തശ്ശി എന്തായി ആലോചിക്കുന്നത്? ആലോചിക്കാതെ പിന്നെ. എടി, നിന്റെ എന്റെ ഇവിടുത്തെ നിൽപ്പ് സ്ഥിരമാകുമെന്നാണോ നീ കരുതിയിരിക്കുന്നേ? അല്ലാതെ പിന്നെ പോലീസും വനിതാ സംഘടക്കാരും ഒക്കെ പിന്നെ എന്തിനാ വന്നേ? ഇനി നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? എടി മോളെ, ഇവിടെ മറ്റുള്ളവരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ജയഭാരതി ഉണ്ടല്ലോ, അവരെ പേടിക്കണം. അതൊരു വിളഞ്ഞ വിത്തോ. എത്ര വിളഞ്ഞ വിത്തായാലും എന്റെ മുത്തശ്ശിയെ വെട്ടിച്ച് മുന്നോട്ട് പോവാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. ആ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? രാധികയും വരുണും തമ്മിലുള്ള അടിയുറച്ച ബന്ധമാണ്. അതിനകത്തൊരു വിള്ളല് വീഴ്ത്താതെ നിനക്ക് വരുണിന്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെ. അവര് തമ്മിൽ എങ്ങനെ വേർപിരിയാനാ മുത്തശ്ശി? രണ്ടുപേരും ഇരട്ടകളെ പോലെ ഒത്തുചേർന്നങ്ങ് നടക്കല്ലേ? പൊളിക്കണം. ഇതല്ല, ഇതിനും വലിയ ബന്ധവും ആൾക്കാര് പൊളിച്ചടുക്കാറുണ്ട്. അതിനെന്താ വഴിയെന്നറിയാവോ? എന്താ? ഇന്ന് വരുൺ അവന്റെ ബെഡ്റൂമിൽ എത്തുമ്പോഴേ അവന്റെ പുറകെ നീയും ബെഡ്റൂമിലേക്ക് എത്തണം. എന്നിട്ട് നീ ബെഡ്റൂമിന്റെ ലോക്ക് ഇട്ടിട്ട് അതിനകത്ത് തന്നെ ഇരിക്കണം. പിന്നെ ഇപ്പൊ ഇരുത്തിയത് തന്നെ. വരുൺ എന്നെ കൊല്ലും. എടി, അവൻ ബഹളം ഉണ്ടാക്കും, കൊല്ലാൻ ശ്രമിക്കും. അതൊക്കെ നീ തടുത്തോളണം. ഒരു കാര്യം നീ ഓർമ്മിച്ചാ മതി. അവനുണ്ടാക്കുന്ന ബഹളവും നിന്നെ പുറത്തിറക്കാൻ നടത്തുന്ന ശ്രമവും ഒക്കെ
അവന്റെ കഴുത്തിലേക്കുള്ളൊരു കുരുക്ക. എന്നെ കൊണ്ട് നടക്കുമോ മുത്തശ്ശി? എല്ലാം ആഗ്രഹിക്കുകയും ചെയ്യും, ഒന്നും നടത്താനും പറ്റില്ല. എടി, എനിക്ക് നിന്റെ കൂടെ അവന്റെ ബെഡ്റൂമിൽ ചെന്നിരിക്കാൻ പറ്റുമോ? ആ ബെഡ്റൂമില് ഒരു ദിവസം മുഴുവൻ അവന്റെ കൂടെ കഴിയാമെങ്കിൽ പുറത്തിരിക്കുന്ന രാധികയുടെ മനസ്സിൽ ചെറിയ ഒരു സംശയം വീഴില്ലേ? മുറിയിലിരിക്കുന്നതേ ചെറുപ്പക്കാരനായ ഒരാണും ചെറുപ്പക്കാരിയായ ഒരു പെണ്ണുവാ. എടി, എന്തെങ്കിലും തെറ്റായി നടന്നാലോ എന്നൊന്ന് ചിന്തിക്കില്ലേ? അത് ചിലപ്പോ ചിന്തിക്കും. ആ, ചിലപ്പോഴല്ല, അവളൊരു പെണ്ണാ, ഉറപ്പായിട്ടും ചിന്തിക്കും. മുത്തശ്ശിക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ വരുണിന്റെ ബെഡ്റൂമിൽ കയറാം. അതൊക്കെ ലോക്ക് ചെയ്യുകയും ചെയ്യാം. എന്നെ കൊന്നിട്ടല്ലാതെ വരുൺ ആ ബെഡ്റൂം തുറക്കില്ല. എന്നാ നീ ഉറപ്പിച്ചോ മോളെ, നാളെ മുതൽ നീ തന്നെയായിരിക്കും വരുണിന്റെ ഭാര്യ. നീ തന്നെയാ അവന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. മുത്തശ്ശി, അവൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും വരുൺ എന്റെ സ്വന്തം ആവുകയും ചെയ്യാന്നതാ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന്റെയൊക്കെ ഉദ്ദേശം. ഏതായാലും ഇന്നത്തെ രാത്രി എനിക്കും എന്റെ ഭർത്താവ് വരുണിനും ഉള്ളതാ. രാധികയ്ക്ക് പുറത്തുനിന്ന് കരയാനേ പറ്റും.